അപ്പം ഞങ്ങൾ മൂന്നാല രണ്ടാമത്തെ ദിവസം ചായ കുടിച്ച് സെറ്റായിട്ട് എങ്ങോട്ടാണെന്നല്ലേ? ടീം മ്യൂസിയത്തിലേക്ക് നടത്താം. മൂന്നാർ ടീം മ്യൂസിയം. നമുക്ക് വഴി അറിയില്ല, വഴി ചോദിച്ചു ടീം മ്യൂസിയം. മ്യൂസിയത്തിൽ എത്തിയിട്ടാ വഴി ചോദിച്ച അവസാനം ഇവിടെ എത്തി. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം 9 AM to 5 PM വരെയാണ്. റേറ്റ് ഒക്കെ ഉദ്ദേശിച്ചത് 150 ആണ് കേട്ടോ ഒരാൾക്ക് ചാർജ്. അപ്പോൾ നമ്മൾ ടീം മ്യൂസിയത്തിൽ എത്തിയിട്ടാ. സൂര്യനെ നോക്കുന്ന ഒരു സാധനമാണ്. ഇതിൽ നോക്കി ഇതൊരു പഴയ ടൈപ്പ് സമയം നോക്കുന്നതാണ്. വർഷങ്ങൾക്ക് 100 ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള ഒരു സമയം നോക്കുന്ന ഉപകരണമാണ് സൺ ഡയൽ എന്ന് പറയും. സൺ ഡയൽ 1913 സ്ഥാപിച്ചു. ഇരുമ്പ് യുഗത്തിലെ വെറി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കുഴിച്ചിടുന്ന സംഭവമാണ്. മനുഷ്യനെ സംസ്കരിക്കുന്ന ഇരുമ്പ് യുഗത്തിലെ പാത്രമാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ബോഡി വെക്കുക. ബ്രിട്ടീഷുകാരെ പണ്ടത്തെ ഫോട്ടോസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാറിലേക്കുള്ള ആദ്യത്തെ ആവി എഞ്ചിനാണിത്. ആവി എഞ്ചിൻ അന്നത്തെ ട്രെയിൻ സർവീസ്. അതിൻ്റെ ടയറുകൾ മൂന്നാറിലേക്ക് ട്രെയിൻ പണ്ടത്തെ ട്രെയിനിൻ്റെ ടയറാണിത്. ഇവിടെ പണ്ടത്തെ മൂന്നാർ ട്രെയിൻ. ഒറിജിനൽ തലകളാണ് കേട്ടോ അതിന്. ഒരു സ്റ്റഫ് ഇത് വെച്ച ഒറിജിനൽ കരടിയുടെ എല്ലാം തലയാണ്. പന്നി, കരടി, കാട്ടുപോത്ത്, വലിയ മാവ്, വരയാട് ആണ്. വരയാട് നീലഗിരി വരയാടാണ്. എല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചതാണ്. കൊമ്പുകൾ. ഇത് പണ്ടത്തെ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന 1919 കൊണ്ടുവന്ന ചായ കുടിക്കുന്ന മെഷീനാണ്. നല്ല കഥ പഠിച്ചിട്ടുണ്ട്. മൂന്നാർ ടൗണിൻ്റെ ഹിസ്റ്ററിയുടെ കുറേ ചിത്രങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഫ്ലഡ് ഉണ്ടായതും അതിനുശേഷമുള്ളതായിട്ടുള്ള. റെയിൽവേ 24 വെള്ളപ്പൊക്കം 1924. ഇപ്പൊ 2024 എവിടെയാണ്? വയനാട്. അതേ മാസം ഇന്നത്തെ മോട്ടോർ സൈക്കിൾ മെയിൻ GM ജനറൽ മാനേജർ. ഇതാണ് ഫ്രണ്ട്സ്. ഇത് പിന്നെ 100 വർഷം പഴക്കമുള്ള 150 വർഷം പഴക്കമുള്ള ടൈലാണ് കേട്ടോ. 100 വർഷമല്ല, 150 വർഷം. നമുക്കെന്നെ കാണാം 1865 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ടൈലുകളാണിത്. ബ്രിട്ടീഷുകാർ തല നോക്കണം. ടൈല് മാത്രം ഒറിജിനൽ 4 ടൈൽ കണ്ടോ അന്നത്തെ കാലഘട്ടത്തിൽ. ഇത് ഓടെല്ലാം ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്കറിയാലോ. ഇത് പണ്ടത്തെ ഇത് സ്റ്റോപ്പ് വാച്ചുകൾ, പേപ്പർ വെയിറ്റ് കോമ്പാസുകൾ, പേപ്പർ വെയിറ്റ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ടൈമിൽ. ഇത് പണ്ടത്തെ ത്രാസാണ്. നമുക്ക് ത്രാസാണ് 1940 1960. ഇത് കണ്ടോ, ഇതാണ് ഇത് 100 1900 ഡേറ്റ് കാണാൻ നിങ്ങൾക്ക്. 1909
എഴുതിയ കണക്കുകളിലാണ്. ബ്രിട്ടീഷുകാരാണ് ഇത്, ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷാണ് ഈ കാണുന്നത്. എന്ത് മനോഹരമായിട്ട് ഇംഗ്ലീഷ് എഴുതിയെന്ന് നോക്കി. 100 വർഷം പഴക്കമുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇതെല്ലാം. ഇതുകൊണ്ട് ക്ലോക്കുകൾ പഴയകാലത്തെ ക്ലോക്കുകളാണ് കേട്ടോ. ഇത് നാണയങ്ങളല്ല, ഇത് പിന്നെ അവാർഡുകളൊരു എഴുതിയിട്ടുണ്ടല്ലേ, മെമ്പർഷിപ്പ്, ഈ ക്ലബിൻ്റെ മെമ്പർഷിപ്പ് അങ്ങനെ എന്തോ. ബ്രിട്ടീഷുകാർ അന്നേ 150 വർഷം മുമ്പേ ചായ പൊടിയാക്കാനുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ച എവിടെയാണ്. ഹോഴ്സ് റൈഡിങ്. മൂന്നാറന്ന് കേരളത്തിലെ ഒരു പ്രശസ്തമായ പ്രൗഢമായ ഒരു നഗരമായിരുന്നു. ആ നഗരമാണ് ഒരു ഒഴുക്കിൽ പോയത്, ഒരു കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടു. 1920 മൂന്നാർ ടൗണിൻ്റെ നിങ്ങൾക്ക് തന്നെ കാണാം. മൂന്നാർ ടൗൺ ഇത്രയും മനോഹരമായിരുന്നു. ഇവിടുത്തെ ആവി എഞ്ചിനുകൾ അന്നത്തെ ബ്രിട്ടീഷുകാർ, അന്നത്തെ പ്രഭു കുടുംബങ്ങളാണ് ഇതെല്ലാം. ഇതാണോ ബോയിലറുകളെല്ലാം അത്ര ഹൈറ്റിലേക്ക് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ടെക്നോളജി അവരെടുത്തുണ്ട്. പവർ ഹൗസ് കണ്ട ജനറേറ്ററാണിത്. അന്നത്തെ 1920 ജനറേറ്ററാണിത്. ജനറേറ്റർ, DG റൂം, എന്തൊക്കെ സാമഗ്രികളാണ് അവരോട് കൊണ്ടുവന്നത്. എല്ലാം ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതായത് 1911 മോട്ടോർ സൈക്കിൾ. ട്രോഫി ഹണ്ടിങ് ഉണ്ടായിരുന്നു, ട്രോഫി ഹണ്ടിങ്. അപ്പോൾ ഈ വന്യമൃഗങ്ങളെ വേട്ടയാടിയിട്ട് ഫോട്ടോ എടുക്കില്ല. അതൊരു കടുവനെ കൊന്നിട്ടുള്ള ഫോട്ടോ ആണ്. ഇപ്പോൾ ഒന്നും അലൗഡല്ല, വരയാടിനെ കൊന്നിട്ടുള്ള ഫോട്ടോസ്. ട്രോഫി ഹണ്ടിങ് ഒരുപാട് നടന്നിരുന്ന കാലത്ത്. ഇത് കണ്ട ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളെ മുരുകൻ ബ്രോ എല്ലാ കാര്യങ്ങളും പറയുന്നത്. പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. അതിനുശേഷം ഈ വെള്ളപ്പൊക്കത്തിൽ എല്ലാം പോയി. ഹയസ്റ്റ് പീക്കാണ് ഇത്, ആനമുടി. ആനയുടെ തല പോലെ തന്നെ ഉണ്ട്. ഇതാണ് ആനമുടി. ഇത് ചെറിയത് നേരോ ഗേജ്. ഇപ്പം നമ്മൾ ഇതാണ്. ഇത് ആദ്യമായിട്ട് മൂന്നാറിൽ പിന്നെ ടീ പ്ലാന്റ് ചെയ്ത ചെറിയൊരു പ്ലാന്റേഷനാണ് ഇത് ആദ്യമായിട്ട്. കാരണം അതുവരെ കാടായിരുന്നു, മൂന്നാർ ഫുള്ളായിട്ട് കാടായിരുന്നു. അതാണ് മുരുകൻ ബ്രോ പറയുന്നത്. ഇവിടെ തേയില ഇല്ലായിരുന്നു. തേയില ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് പ്ലാന്റ് ചെയ്തതാണ് ഇത്. അന്നത്തെ ചെറിയ മോണോ റെയിൽ സംവിധാനമാണ് ഇത് വലിച്ചു കൊണ്ടുപോകുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്. കൃത്യം 125 വർഷങ്ങൾക്ക് മുമ്പ്. അതെ അതെ, ചെറിയ കൊച്ചു പിള്ളേരെ കൊണ്ട് ഉണ്ടാവും. അന്നത്തെ കാലഘട്ടത്ത് ബാലവേല ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ. ആണ് 1920 ചെറിയ കുട്ടികളാണ് ഈ പണിക്കാരെല്ലാം. ഇതൊരു ചെറിയ മൂന്നാറിനെ പറ്റിയുള്ള, മൂന്നാറിൻ്റെ ചരിത്രത്തിനെ കുറിച്ചുള്ളൊരു ഷോയാണ്. അപ്പോൾ ആ ഷോ ഇപ്പോൾ തുടങ്ങും. അതിനുള്ള ഒരു റൂമാണ് ഇത്. ഇവിടെ ഒരു ഏകദേശം ഒരു 10-50 പേർക്ക് ഇരിക്കാം. പണ്ടത്തെ ഫോണാട്ടോ, പണ്ടത്തെ 100 വർഷം മുമ്പ് ഇതാണ്. ട്രങ്ക് കോളേജ് ടൈപ്പ് റൈറ്റർ അന്നത്തെ മെസ്സേജിങ് സംവിധാനം, വയർലെസ് സംവിധാനം. പിന്നെ അത് ആൻറ്റി ചൈനീസ് ജേഡാട്ടത്. ജേഡ് എന്ന് പറഞ്ഞാൽ മരതകം. അങ്ങനെ ഒറിജിനൽ ജേഡാണ്. 1875 ചൈനയിൽ നിന്ന് കൊണ്ടുവന്നു. കെൽട്രോണിൻ്റെ ഫിലിം പ്രൊജക്ടർ, പണ്ടത്തെ ടൈപ്പ് റൈറ്റർ. പണ്ടത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് കേട്ടോ. ഇതാണ് ടെലിഫോൺ എക്സ്ചേഞ്ച്. 1908 മുതൽ 1997 വരെ ഉപയോഗിച്ച 100 ലൈൻസ് കണക്ട് ചെയ്ത ടെലിഫോൺ എക്സ്ചേഞ്ചാണ്. 100 ലൈൻസ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് വിളിക്കുക. പണ്ടത്തെ സിസ്റ്റം അതായിരുന്നു. ഓരോരുത്തർ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വയർ എടുത്തിട്ട് അതിൽ കുത്തിക്കഴിഞ്ഞാൽ അതിൽ കണക്ഷനാവും. വേറൊരു സ്ഥലത്ത് വിളിക്കാൻ ഇതിൽ കണക്ഷനാവും. അങ്ങനെ ഇവിടുത്തെ ഉണ്ടാകുന്ന പ്ലാന്റേഷനെ ഇതിൽ ബന്ധിപ്പിച്ചിരുന്നു. ഞാൻ വയറ് മാറ്റി കുത്തുമ്പോൾ നമുക്ക് പുതിയ ആളെ കണക്റ്റാണ്. ബ്രിട്ടീഷുകാരെ ഉടൻ ബാസ്റ്റപ്പാണ്. വെള്ളം നിറച്ചിട്ട് ഇതാ പൈപ്പ് പോകുന്നുണ്ട്. വെള്ളം നിറച്ച് കുളിക്കുന്ന ബാസ്റ്റപ്പ്. അടിപൊളി.
പണ്ടത്തെ സ്റ്റൗ ആണ്, പണ്ടത്തെ സ്റ്റൗ ഉണ്ടായി കേട്ടോ. പണ്ടത്തെ സ്റ്റൗ ആണ്, പണ്ടത്തെ സ്റ്റൗ ആണ്. കുക്കിംഗ് റേഞ്ച് 1918 കുക്കിംഗ് റേഞ്ചാണ്. ചാരികസേര. അപ്പോൾ ഇനി ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ടീ പൗഡർ പ്രോസസ്സിങ്ങിൻ്റെ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.